ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഈസി ഇംഗ്ലീഷിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ മച്ച്, ഹൗ മനി, ഹൗ അബൌട്ട്, ഈ 3 ക്വസ്റ്റ്യൻ വേർഡ്സ്. അതായത് ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഹൗ മച്ച്, ഹൗ മനി, ഹൗ അബൌട്ട് എന്നുള്ളത്. പക്ഷേ പലർക്കും അത് എങ്ങനെയാണ്, ഏത് മീനിങ്ങിലാണ് അത് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ മച്ച്, ഹൗ മെനി ആൻഡ് ഹൗ എബൌട്ട്. ഇത് മലയാളം സെൻറ്റൻസിൽ ഏത് രീതിയിലാണ് അർത്ഥം വരുന്നത്, ആ മലയാളം സെൻറ്റൻസുകൾ എങ്ങനെ ഈ വേർഡ്സ് നമുക്ക് ഉപയോഗിച്ച് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചീസ്, അതായത് നമ്മൾ സാധാരണയായിട്ട് ഹൗ മച്ച് ഉപയോഗിക്കുന്നത് എന്ത് വിലയാണ് ഒരു കാര്യങ്ങൾ, ഇപ്പം ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇതിന് എന്ത് വിലയാണ് എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ മച്ച് എന്നുള്ളത്. ഹൗ മച്ച് അതിന് മാത്രമല്ല ഉപയോഗിക്കുക, അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയും. അപ്പം ഹൗ മച്ച് എന്ത് വിലയാണ് എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ മച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് സെൻറ്റൻസ് വൈസ് തന്നെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ടാക്സി കൂലി എത്ര രൂപയാണ്? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹൗ മച്ച് ഈസ് ദ ടാക്സി ചാർജ്? ബസ്സിൻ്റെ കൂലി എത്രയാണ്, അല്ലെങ്കിൽ ആ ബസ്സിൽ ട്രാവൽ ചെയ്തതിൻ്റെ ഫെയർ എത്രയാണെന്നുള്ളത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഈസ് ദ ബസ് ഫെയർ? ഓട്ടോ കൂലി എത്ര രൂപയാണ്? ഹൗ മച്ച് ഈസ് ദ ഓട്ടോ ചാർജ്? ഈ ഡ്രസ്സിന് എത്ര രൂപയാണ്? നമ്മൾ ആ ഫ്രണ്ടിൽ കാണിച്ച പോലെ ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡ്രസ്സിന് എടുത്ത് പിക്ക് ചെയ്തിട്ട് ഇതിന് എത്രയാണ് എന്നുള്ളത് അതിൻ്റെ സെയിൽസ് സ്റ്റാഫിനോട് ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ചോദിക്കണം? ഹൗ മച്ച് ഈസ് ദിസ് ഡ്രസ് കോസ്റ്റ്? സോ ഹൗ മച്ച് എന്നുള്ളത് എത്ര വില എന്നുള്ളത് മാത്രമല്ല, ഹൗ മച്ച് എത്രത്തോളം, അതായത് ഒരു എമൗണ്ട് ഓഫ് സംതിങ് എത്രത്തോളം ഉണ്ട്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഇതിൽ എത്രത്തോളം പഞ്ചസാരയുണ്ട്, അങ്ങനെ അളവ് പറയാൻ വേണ്ടിയിട്ട് എത്രത്തോളം എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യും. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയത്, കൗണ്ടബിൾ നൗൺസ് അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ടല്ലോ, അപ്പം കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ കൂടിയാണ് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യുക. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ. ഇനി എത്രത്തോളം ദൂരം നടക്കണം? ഹൗ മച്ച് ഫർദർ ടു വാക്ക്? ഇനി എത്രത്തോളം ദൂരം നടക്കാനുണ്ട് എന്നുള്ളത് ചോദിക്കുന്നതാണ് ഹൗ മച്ച് ഫർദർ ടു വാക്ക്. ബീച്ചിൽ എത്രത്തോളം മണലുണ്ടാകും? ഏകദേശം എത്രത്തോളം മണലുണ്ടാകും? അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ ഹൗ മച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചോദിക്കുക? ഹൗ മച്ച് സാൻഡ് ഈസ് ഓൺ ദിസ് ബീച്ച്? ഈ പാത്രത്തിൽ എത്രത്തോളം സൂപ്പ് ഉണ്ടാകും? അത് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹൗ മച്ച് സൂപ്പ് ഈസ് ഇൻ ദ ബൗൾ? ഞാൻ എത്രത്തോളം വെള്ളം കുടിക്കണം? അത് നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറിനോടോ അല്ലെങ്കിൽ ഇപ്പോൾ ആരോടെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് വാട്ടർ ഷുഡ് ഐ ഡ്രിങ്ക്? നമുക്ക് എത്രത്തോളം സമയം ഇനി ബാക്കിയുണ്ട്? ഇത് നമ്മളെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ടൈം ഡു വി ഹാവ് ലെഫ്റ്റ്? സോ ഹൗ മച്ചുമായിട്ട് ഉപയോഗിക്കുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എത്ര വില അല്ലെങ്കിൽ എത്രത്തോളം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗ മച്ച് കൂടുതലായിട്ടും ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൗ മനി. ഹൗ മനി എന്നുള്ളത് നമ്മൾ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. അതായത് നമുക്ക് ഏകദേശം ഒരു എണ്ണം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് എത്ര എണ്ണം എന്നുള്ള ഒരു മീനിങ്ങിലാണ് നമ്മൾ ഹൗ മനി ഉപയോഗിക്കുക. അപ്പം നമുക്കത് നോക്കാം. നീ എത്ര ദിവസം അവിടെ നിൽക്കും? ഹൗ മെനി ഡേയ്സ് വിൽ യു സ്റ്റേ ദേർ? ഈ ലോകത്ത് എത്ര ആളുകളുണ്ട്? ഹൗ മെനി പീപ്പിൾ ആർ ദേർ ഇൻ ദ വേൾഡ്? അവിടെ എത്ര ബുക്കുകളുണ്ട്? ഹൗ മെനി ബുക്സ് ആർ ദേർ?
നിനക്ക് എത്ര പേനയുണ്ട്? ഇപ്പം നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് നിൻ്റെ കയ്യിൽ എത്ര പേനയുണ്ട്. ഹൗ മെനി പെൻസ് ഡു യു ഹാവ്? ഈ പെൻസ് മാറി വേറെ എന്താണെങ്കിലും കേട്ടോ, നിൻ്റെ കയ്യിൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ടെന്നുള്ളിടത്ത് ആ പേന മാറ്റിയിട്ട് എന്താക്കുക, പെൻസിന് പകരം ചോക്ലേറ്റ് ആക്കുക. ഹൗ മെനി ചോക്ലേറ്റ്സ് ഡു യു ഹാവ്? ഓക്കെ. നീ എത്ര ഗുളിക കഴിച്ചു? ഹൗ മെനി പിൽസ് ഡിഡ് യു ടേക്ക്? ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദിസ് ക്ലാസ്? ഓക്കെ. അപ്പം നമുക്ക് ഹൗ മെനിയെ പറ്റിയിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഹൗ മെനി നമ്മൾ അത്യാവശ്യം എല്ലാ സിറ്റുവേഷൻസിലും എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് എത്ര എന്നുള്ളത്. സോ ഹൗ മെനി നമുക്ക് ഏകദേശം അറിയാം. സോ നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്ന കാര്യമാണ് ഹൗ അബൌട്ട്. അതായത് നമ്മളൊരു ആളോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്, നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമുക്ക് അവിടേക്ക് ട്രിപ്പ് പോയാലോ, അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ അബൌട്ട്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് പോയാലോ. ഹൗ അബൌട്ട് ഗോയിങ്? ഇതിൻ്റെ കൂടെ നമുക്കൊരു ടൂർ പോയാലോ എന്നാണെങ്കിൽ സെൻറ്റൻസ് ഇങ്ങനെ മാറും, ഹൗ അബൌട്ട് ഗോയിങ് ഫോർ എ ടൂർ. നമുക്ക് തുടങ്ങിയാലോ. ഹൗ അബൌട്ട് സ്റ്റാർട്ടിങ്? നമുക്കിപ്പോൾ യാത്ര തുടങ്ങിയാലോ എന്നാണെങ്കിൽ സെൻറ്റൻസ് എങ്ങനെയാവണം, ഹൗ അബൌട്ട് സ്റ്റാർട്ടിങ് ദ ജേർണി നൗ. നമുക്കൊരു കോഫി കഴിച്ചാലോ. ഹൗ അബൌട്ട് ഡ്രിങ്കിങ് എ കോഫി? നമുക്ക് വഴിയിൽ ആരോടെങ്കിലും ചോദിച്ചാലോ. ഹൗ അബൌട്ട് ആസ്കിങ് എനിവൺ ഓൺ ദ വേ? നമുക്കൊരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താലോ. ഹൗ അബൌട്ട് വെയിറ്റിംഗ് 5 more minutes? സോ നിങ്ങൾക്ക് ഹൗ മെനി, ഹൗ അബൌട്ട് ആൻഡ് ഹൗ മച്ച് ഈ 3 ക്വസ്റ്റ്യൻ വേർഡ്സും മലയാളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്